നമ്മുടെ 95% സാമ്പത്തിക പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി ഈ 4 പില്ലേഴ്സ് നമ്മൾ ഉറപ്പുവരുത്തിയാൽ മതി. അപ്പോൾ ഈ 4 പില്ലേഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ പില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി ഫണ്ട്. എന്താണ് എമർജൻസി ഫണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കാറുകളിൽ നമ്മൾ സ്റ്റെപ്പിനി ടയർ യൂസ് ചെയ്യാറുണ്ട്. സാധാരണ രീതിയിൽ കാറിൽ യാത്ര ചെയ്യാൻ സ്റ്റെപ്പിനി ടയറിൻ്റെ ആവശ്യമില്ല. പക്ഷെ എന്തിനു വേണ്ടി നമ്മൾ സ്റ്റെപ്പിനി ടയർ വെക്കുന്നു? അപ്രതീക്ഷിതമായിട്ട് ടയർ പഞ്ചറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്റ്റെപ്പിനി ടയർ നമ്മൾ കരുതുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ജോബ് ലോസായി, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു മെഡിക്കൽ എമർജൻസി വന്നു, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്നു, ഈ തരത്തിൽ നമ്മളെ വരുമാനത്തെ ബാധിക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ചെലവ് വളരെയധികം കൂട്ടുന്നതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാവുന്ന ഫണ്ടുകളെയാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ പറയുന്ന ഒരു കാര്യം, നമ്മളെ പ്രതിമാസ ചെലവ് എത്രയാണോ അതിൻ്റെ ഒരു 6 മടങ്ങ് തുകയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് എമർജൻസി ഫണ്ടായിട്ട് കരുതണമെന്നാണ്. അതായത് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഇപ്പോൾ 1 ലക്ഷം രൂപ ഒരു മാസം ചിലവുണ്ടെങ്കിൽ അതിൻ്റെ 6 മടങ്ങ്, അതായത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 ലക്ഷം രൂപയെങ്കിലും ഒരു എമർജൻസി ഫണ്ടായിട്ട് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാവുന്ന രീതിയിൽ, അവിടെ റിട്ടേൺസിനല്ല ഇമ്പോർട്ടൻറ്റ്, നമുക്ക് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ സാധിക്കണം, സേഫും ആയിരിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു എമർജൻസി ഫണ്ട് ഉറപ്പുവരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ എമർജൻസി ഫണ്ട് ഉറപ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ബിൽഡിങ് ഏകദേശം ഈ ഒരു അവസ്ഥയിലായി. അതായത് ഇപ്പോൾ ഇവിടെ സ്ട്രോങ് ആണ്, പക്ഷേ ഇവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഈ 4 മൂലയിൽ എവിടെയെങ്കിലും ഇവിടെ എപ്പോൾ വേണമെങ്കിലും ഈ ബിൽഡിങ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാവുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മളെ സംബന്ധിച്ച് ഒരു പില്ലറായി. ഇനി രണ്ടാമത്തെ പില്ലർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് ആണ്. ഇപ്പം ഞാൻ എൻ്റെ കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ പ്രസൻസ് മാത്രമല്ല, എൻ്റെ കുടുംബത്തിൻ്റെ ഇൻകത്തിൻ്റെ സോഴ്സും കൂടിയാണ്. അപ്പോൾ എൻ്റെ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ഇപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ ലൈഫ് സ്റ്റൈലെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഞാൻ എന്തെങ്കിലും ഒരു ലോണോ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫിസിക്കൽ പ്രസൻസ് മാത്രമല്ല അവിടെ നഷ്ടപ്പെടുന്നത്, ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻകം കൂടി ഇല്ലാതാവും. അപ്പോൾ അങ്ങനെ ഇൻകം സ്റ്റോപ്പ് ആവുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അതല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം വലിയ പ്രശ്നത്തിൽ അകപ്പെടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ലൈഫ് ഇൻഷുറൻസ് ഉള്ളത്. നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആനുവൽ ഇൻകത്തിൻ്റെ 10 മുതൽ 15 മടങ്ങ് തുകയെങ്കിലും നമ്മൾക്ക് ഒരു ലൈഫ് ഇൻഷുറൻസ് കവറേജ് വേണമെന്നാണ്. എന്നാൽ മാത്രമേ നമ്മൾ ഫാമിലിയെ ഒന്ന് ഫിനാൻഷ്യലി നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഒരു ആനുവൽ ഇൻകം ഉണ്ടെങ്കിൽ അതിൻ്റെ 10 മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടി, 15 മടങ്ങ് എന്ന് പറഞ്ഞാൽ 1.5 കോടി. ആ ഒരു ലെവലിലുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നത് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ രണ്ടാമത്തെ പില്ലർ നമ്മൾ ഉറപ്പുവരുത്തുമ്പോൾ നമ്മൾ ബിൽഡിങ് ഏകദേശം ഈ അവസ്ഥയിലായി. നേരത്തെ സെൻറ്റർ മാത്രമാണെങ്കിൽ സ്ട്രോങ് എങ്കിൽ ഇപ്പോൾ ഇവിടെ എല്ലാം നെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ബിൽഡിങ് സ്ട്രോങ് ആയി. പക്ഷേ ഈ 2 സൈഡിൽ നെക്കിക്കഴിഞ്ഞാൽ ഈ ബിൽഡിങ് തകർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ പില്ലറാണ് നമുക്കിപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ പില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. ഇപ്പോൾ പണ്ട് നമുക്കറിയാം, ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു 500 രൂപ 1000 രൂപയൊക്കെ നമ്മൾ ചിലവഴിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇന്ന് ഈവൻ ഒരു ചെറിയൊരു പനി വന്നു കഴിഞ്ഞാൽ പോലും 10,000-ങ്ങളും ലക്ഷങ്ങളും ചിലവഴിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ മേജറായിട്ടുള്ളൊരു അസുഖം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയുകയേ വേണ്ട, ചിലപ്പോൾ നമ്മുടെ കുടുംബം തന്നെ വിൽക്കേണ്ട ഒരു സാഹചര്യം വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉറപ്പുവരുത്തുക എന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള മറ്റൊരു കാര്യം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഇവിടെ സഫീഷ്യൻറ്റ്. എന്തുകൊണ്ട് സഫീഷ്യൻറ്റ്? ഇപ്പോൾ നമുക്ക് ഇപ്പോൾ 5 ലക്ഷം രൂപയുടെ 3 ലക്ഷം രൂപയുടെ ഒക്കെ പോളിസി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെറിയ അസുഖങ്ങൾക്ക് ചിലപ്പോൾ അത് മതിയായിരിക്കും. പക്ഷേ ഇപ്പോൾ നാളെ ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഇങ്ങനെ എല്ലാ വർഷവും എന്നുള്ള ഒരു 10% കൂടുതൽ വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മേജറായിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഒരു കമ്പനിയും ഈ സം അഷ്യൂർഡ് കൂട്ടാൻ സമ്മതിക്കില്ല.
പിന്നെ ചിലവർ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം നിലവിൽ എനിക്ക് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് ഉണ്ട്, ഞാനിപ്പോൾ അല്ലെങ്കിൽ ഞാൻ വിദേശത്താണ്, എനിക്ക് അവിടെ ഇൻഷുറൻസ് ഉണ്ട്, അപ്പോൾ ഇപ്പം എനിക്ക് മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനിനി നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പോൾ താങ്കൾക്ക് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മേജറായിട്ടുള്ള ഒരു അസുഖം വന്നു എന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? താങ്കളുടെ ജോലി നഷ്ടപ്പെടും. അപ്പോൾ ഇപ്പോൾ ഗൾഫിലായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അസുഖം വന്നു, ജോലി നഷ്ടപ്പെട്ടു, ആ സമയത്ത് ആക്ച്വലി എന്ത് സംഭവിക്കും? നമ്മുടെ ഇൻഷുറൻസ് കവറേജ് നഷ്ടപ്പെടും. അതിനുശേഷം താങ്കൾ ഒരു ഇൻഷുറൻസ് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനി തരോ? ആരും തരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യം ഉള്ള സമയത്ത്, ഇപ്പോൾ സാധാരണ രീതിയിൽ പറയുന്നൊരു കാര്യമാണ്, ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഷുറൻസ് കവറേജ് നമ്മൾ എടുത്തു വെക്കുക. നാളെ ആരോഗ്യം നഷ്ടപ്പെട്ട് നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയുടെ പുറകെ എത്ര നടന്നു കഴിഞ്ഞാലും അവർ ഒരു കാരണവശാലും അവർ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്ത് തരില്ല. ഇപ്പം ഞങ്ങളുടെ ഒരു കണക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 പേര് ഇൻഷുറൻസിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മുതൽ 3 പേരുടെ ഇൻഷുറൻസ് റിജക്റ്റ് ചെയ്യും, അവർക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള സമയത്ത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് കവറേജ്. ഇപ്പോൾ പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, സമ്പർഷ്യോട് കൂടുന്നതിനനുസരിച്ച് പ്രീമിയം കൂടുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഏകദേശം ഒരു 5-6 വർഷം മുമ്പ്, ഒരു 4-5 വർഷം മുമ്പ് എനിക്ക് ഒരു 5.5 ലക്ഷം രൂപയുടെ സമ്പർഷ്യോടാണ് ഉണ്ടായിരുന്നത്, എനിക്കും എൻ്റെ ഫാമിലിക്കും കൂടി 5.5 ലക്ഷം രൂപയുടെ കവറേജാണ് ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ ഏകദേശം ഒരു 12,500 രൂപയാണ് പ്രീമിയം അടിച്ചിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ 50 ലക്ഷം രൂപയുടെ കവറേജ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 50 ലക്ഷം രൂപയുടെ കവറേജിന് ഞാൻ പ്രീമിയം അടക്കേണ്ടി വരുന്നത് 30,000 രൂപയാണ്. അപ്പോൾ ശരിക്കും ഈ 5 ലക്ഷത്തിന് 12,500 രൂപയാണെങ്കിൽ 50 ലക്ഷത്തിന് 1,25,000 രൂപ അടക്കണം. പക്ഷേ സമ്പർഷ്യോട് 10 മടങ്ങായി കഴിഞ്ഞിട്ടും എൻ്റെ പ്രീമിയത്തിൽ ഏകദേശം ഇരട്ടിയേ ആയിട്ടുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം ഞാനിപ്പോൾ 5 ലക്ഷം രൂപയുടെ കവറേജ് എടുത്തു കഴിഞ്ഞാൽ അത് ക്ലെയിം വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. പക്ഷേ പിന്നെ ബാക്കി വരുന്ന 45 ലക്ഷം രൂപ ബാലൻസ് ഉണ്ട്. ഈ 5 ലക്ഷം രൂപ കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വരുന്ന കാര്യത്തിന് എന്തെങ്കിലും എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അങ്ങോട്ട് പോകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ തന്നെ നമ്മൾക്ക് മാക്സിമം സമ്പർഷ്യോട് എടുത്തു വെക്കാൻ സാധിക്കും. അപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ്, ഈവൻ കമ്പനി ഇൻഷുറൻസ് ഉണ്ടെങ്കിലും വിദേശത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും നിങ്ങളത് ഉറപ്പുവരുത്തുക എന്നത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ 3 പില്ലറായി. ഇവിടെ എല്ലാം സ്ട്രോങ് ആയി. പക്ഷേ ഇവിടെ 2 സ്ഥലത്ത് ഇപ്പോഴും പ്രശ്നമുണ്ട്. ഇത് നമുക്ക് സ്ട്രോങ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, 4ാമത്തെ പില്ലർ, ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു ജോലിക്ക് കയറുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ റിട്ടയർഡ് ആണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. ഇനി മകളാണെങ്കിൽ ആ കുട്ടിയെ വിവാഹം കഴിപ്പിച്ചു വിടണം. പക്ഷേ നോർമൽ സിറ്റുവേഷനിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പ്ലാൻ ചെയ്യില്ല, ഇനിയും സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ തള്ളി നീട്ടിക്കൊണ്ടിരിക്കും. ഏറ്റവും അവസാനം ആ ഗോൾ വന്ന സമയത്ത് തൊട്ട് മുമ്പ്, 1 വർഷം മുമ്പ് 2 വർഷം മുമ്പൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത്. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല, നമ്മൾ നേരെ പോയി നമ്മൾ എന്തെങ്കിലും ഒരു ലോൺ എടുക്കേണ്ട ഒരു സാഹചര്യം വരും. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ താങ്കൾക്ക് ഒരു 30 വയസ്സാണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ താങ്കളുടെ മകളുടെ വിവാഹം ഇപ്പോൾ ഒരു 20 വർഷം കഴിയുന്ന സമയത്ത് 1 കോടി രൂപ വേണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇപ്പോൾ ഇതൊന്നും പ്ലാൻ ചെയ്തില്ലെങ്കിൽ താങ്കൾ ആ സമയത്ത്, അതായത് ഇപ്പോൾ 30 വയസ്സാണെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ 50 വയസ്സാവും. അപ്പോൾ 50 വയസ്സാവുന്ന സമയത്ത് ഈ 1 കോടി രൂപ എന്ത് ചെയ്യും? ലോൺ എടുക്കും. ലോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ തിരിച്ചടക്കേണ്ടി വരുന്നത് 1 കോടിക്ക് എമൗണ്ട് തിരിച്ചടച്ചാൽ പോലെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ 2-2.5 കോടിയോ നമ്മൾ തിരിച്ചടച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ലോൺ തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഏജ് എത്രയാണ്? 50 വയസ്സായി. ഈവൻ റിട്ടയർഡ് ആയി കഴിഞ്ഞാലും ഈ പറഞ്ഞ ലോണ് ചിലപ്പോൾ തീരണമെന്നില്ല. അതേസമയം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നു, എൻ്റെ കൊച്ചിൻ്റെ മാരേജ് എനിക്ക് നടത്തണം, അന്ന് എനിക്ക് ഏകദേശം 1 കോടി രൂപ വേണം. ഞാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 12% റിട്ടേൺ കിട്ടുന്ന ഒരു ഫണ്ടിൽ ഒരു 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും 20 വർഷം കൊണ്ട് ഇപ്പോൾ 240 × 10,000 എന്ന് പറഞ്ഞാൽ 24 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ആ 24 ലക്ഷം രൂപയ്ക്ക് വെച്ചിട്ട് താങ്കൾക്ക് 1 കോടി രൂപ കണ്ടെത്താൻ സാധിക്കും. ലോൺ എടുത്തു കഴിഞ്ഞാൽ 2.5 കോടി രൂപ, അതായത് 24 ലക്ഷത്തിൻ്റെ 10 മടങ്ങ് തുക ചെലവഴിക്കുന്നതിന് പകരം ഇപ്പോഴേ അഡ്വാൻസ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് മാനേജ് ചെയ്തുകൊണ്ടാകാൻ പറ്റും. അപ്പോൾ ഈ 4 പില്ലറ്, 1 എമർജൻസി ഫണ്ട്, 2 ലൈഫ് ഇൻഷുറൻസ്, 3 മെഡിക്കൽ ഇൻഷുറൻസ്, ഇപ്പോൾ 4 ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ 4 പില്ലർ നമ്മൾ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ഇത് എവിടെ ഇതായാലും നമ്മൾ ഒരു ഫിനാൻഷ്യലി സ്ട്രോങ് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിൽ നമ്മളുടെ വരുമാനത്തിൻ്റെ ഒരു 30% തുകയെങ്കിലും
നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറൗണ്ട് എൻ്റെ വരുമാനത്തിൻ്റെ 60%. ഇപ്പോൾ അധികം താമസിക്കാതെ അതൊരു 70%-ത്തിലേക്ക് കൂട്ടാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 4 പില്ലറായിട്ടുള്ള ബന്ധപ്പെട്ട സേവനങ്ങളാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് മാനേജറായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ഈ 4 പില്ലേഴ്സും നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം താങ്കളുടേതാണ്.